ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള പർപ്പിൾ അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ്. പർപ്പിളിൽ നടന്ന സെയിലിന് ഞാൻ കുറച്ച് സാധനങ്ങൾ എനിക്ക് വാങ്ങി ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് പർപ്പിളിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ പർപ്പിൾ അൺബോക്സിങ് വീഡിയോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് വാങ്ങിയ സാധനം എന്ന് വെച്ചാൽ പോൺസിൻ്റെ ഈ ഒരു BB ക്രീമായിട്ട് വാങ്ങിയത്. ഇത് നമ്മുടെ ഡാർക്ക് സ്പോട്ട് ഡാർക്ക് സർക്കിളൊക്കെ കവർ ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അതൊക്കെ മാറ്റും, പിന്നെ ബ്രൈറ്റ്നസ് തരും, ഒരു ഈവൻ ഔട്ട് സ്കിൻ തരും, സ്കിൻ ടോൺ തരും, ഹെൽത്തി ഗ്ലോ തരും, സൺ പ്രൊട്ടക്ഷൻ ഉണ്ട്. ഓൾ സ്കിൻ ടൈപ്സിന് പറ്റും കേട്ടോ. ഓക്കെ, ഇത് ഡെയിലി ബേസിസിൽ പറ്റിയതാണെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. അതെനിക്കറിയാം. പക്ഷെ രണ്ടേ ഷെയ്ഡേ ഉള്ളൂ. ഇവിടെ കൊടുത്തിട്ടുണ്ട്, കണ്ടോ? ഞാൻ ഉപയോഗിച്ചിട്ടില്ല ഇതെങ്ങനെയായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ സാധനം, കണ്ടോ? നല്ല മണമൊക്കെ ഉണ്ട് കേട്ടോ. നല്ല മണമുണ്ട്. ഇതാ ഞാൻ ഫസ്റ്റ് ഓർഡർ ചെയ്തത് പോൺസിൻ്റെ ഒരു BB ക്രീം. പിന്നെ അടുത്ത പ്രൊഡക്റ്റ് എന്ന് വെച്ചാൽ എൻവൈബയുടെ ഈ ഒരു മാറ്റ് സിന്ദൂറായിട്ടോ. ഇതിൽ 2 ഷെയ്ഡുണ്ട്, ഒരു റെഡും ഉണ്ട്, പിന്നെ മെറൂൺ കളറും ഉണ്ട്. അപ്പോൾ ഞാൻ റെഡ് വാങ്ങിയില്ല, എനിക്ക് മെറൂൺ മതി. അങ്ങനെ ഞാൻ മെറൂൺ കളർ വാങ്ങി. ഞാൻ ആദ്യമായിട്ടാണ് ഇതൊക്കെ വാങ്ങുന്നത് തന്നെ. പർപ്പിളിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുന്നത് തന്നെ ആദ്യമായിട്ടാണ്. അടുത്തതാണ് നെക്സ്റ്റ് പ്രോഡക്റ്റ്സ്. ഇതാ അടുത്ത സാധനം എന്ന് പറഞ്ഞാൽ ഞാൻ ഒരുപാട് നോക്കി വാങ്ങിയതാ. എനിക്ക് എന്താ അത്രയ്ക്ക് വേണം എന്ന് തോന്നിയ ഒരു സാധനമാണ്. ഇതെൻ്റെ കൈ കിട്ടിയപ്പം എന്തുവാ എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമായി, ഇഷ്ടപ്പെട്ട ഒരു സാധനമായിട്ടത്. ഇത് വാക്സിലിൻ്റെ ഗ്ലൂട്ടാ ഹൈയ ഡൂയി ബോഡി ലോഷനാട്ടോ. എനിക്കെന്താ പറയുക, എനിക്ക് അറിഞ്ഞുകൂടാ, എനിക്കിതിൻ്റെ സാധനം അറിഞ്ഞൂടാ. ഞാൻ ഇതൊന്ന് യൂസ് ചെയ്ത് നോക്കി. ഞാൻ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഇതിട്ടാൽ അറിയൂല നമ്മൾ ബോഡിയിൽ ഇട്ടിട്ടുണ്ടെന്നോ അല്ലെങ്കിൽ ഒരു എണ്ണമയോ ഒരു ഓയിലി ഫീലോ അതൊന്നും തരൂല. നമ്മൾ ഭയങ്കര ലൈറ്റ് വെയിറ്റാണ്. ഇത് ഇട്ടാൽ അപ്പം തന്നെ അങ്ങ് അബ്സോർബ് ആയിപ്പോവും. അത്രയ്ക്ക് കിട്ടിയില്ല സാധനമായിട്ട്. ഇത് വാക്സിലിൻ്റെ ഹെൽത്തി ബ്രൈറ്റ് ഗ്ലൂട്ടാ ഹൈയ ഡ്യൂയി റേഡിയൻസ് സെറം ഇൻ ലോഷനാണ്. ഇതിനകത്ത് ഗ്ലൂട്ടാ ഗ്ലോ ഹൈൽറോണൈസിനമൈഡ് എല്ലാം ഉണ്ടെന്നാണ് പറയുന്നത്. 10x മോർ പവർഫുൾ ദാൻ വൈറ്റമിൻ സി എന്നാട്ടോ. നോൺ സ്റ്റിക്കിയാണ്. ഇതിന് പിന്നെ ഞാൻ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വേറൊരു ലോഷനുണ്ട്, അതിനും അത്രയ്ക്ക് സ്മെല്ലില്ല. പക്ഷേ ലൈറ്റായിട്ടുള്ള സ്മെല്ല്. ഇതിൻ്റെ മണം എനിക്കിഷ്ടപ്പെട്ടു. അതേപോലെ ഇതിൻ്റെ ആ ടെക്സ്ചർ എനിക്കിഷ്ടപ്പെട്ടു. ഭയങ്കരമായിട്ട് അങ്ങ് എന്താ പറയുക, അങ്ങ് അലിഞ്ഞങ്ങ് പോവും. അങ്ങനെയുള്ളതാ. അറിയത്തില്ല, നമ്മൾ ഇട്ടു പക്ഷേ അറിയില്ല. ഒരു ചെറിയ ഒരു എന്താ സോഫ്റ്റ്നെസ്സും, പക്ഷെ ഓയിലാക്കൂല. പിന്നെ എന്തുവാ ഒരു കട്ടിയില്ല, ലോഷൻ്റെ ആ ഒരു ഇതില്ല, ആ എണ്ണമയം അങ്ങനെയുള്ള സംഭവമൊന്നുമില്ല. എനിക്ക് അങ്ങനെയുള്ള പ്രൊഡക്ട്സാണ് എനിക്ക് മുഖത്തും ദേഹത്തും അപ്ലൈ ചെയ്യുന്ന ഇഷ്ടം. കാര്യം എൻ്റെ ഓയിലി സ്കിന്നാണ്. എന്തിട്ടാലും ഓയിലാവും. ഒന്നിനി ഇട്ടില്ലെങ്കിലും ഓയിലായിരിക്കും. അപ്പോൾ എനിക്ക് ബോഡിയിലായാലും എനിക്ക് ഭയങ്കര ഇതാണ്. അപ്പം നിങ്ങൾക്ക് ഇതെന്തായാലും ഉപയോഗിച്ച് നോക്കാം കേട്ടോ. ഉപയോഗിച്ച് നോക്കാം, എന്നിട്ട് വാങ്ങി നോക്കാം. അടിപൊളി സാധനം. പിന്നെ വാങ്ങിയിട്ടുള്ളത് ഗുഡ് വൈബ്സിൻ്റെ ഡീറ്റ് ആൻഡ് ഗ്ലോ ടോണറാണ്. ഈ ടോണറാണ് അടുത്ത ഞാൻ വാങ്ങിയിട്ടുള്ളത്. ഇത് ഞാൻ ആദ്യമായിട്ട് ഉപയോഗിക്കുന്നതിന് മുന്നേ ഞാൻ വാങ്ങിയ ടോണർ എന്ന് പറഞ്ഞാൽ പ്ലമ്മിൻ്റെ ഒരു റോസ് വാട്ടറായിരുന്നു. റോസ് വാട്ടർ തന്നെയാണോ അത്? പ്ലമ്മിൻ്റെ നിയാസിനമൈഡൊക്കെ ഉള്ളൊരു ടോണറാണ്. പക്ഷെ അത് പച്ചല്ല, ഒരു റോസ് കളറുള്ളൊരു ടോണറുണ്ട്. അതാണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ കാണിച്ചു തരാം. ഇതാ ടോണർ പ്ലമ്മിൻ്റെ ഈ ടോണർ. അതായത് ഞാൻ ഇത്ര വരെ യൂസ് ചെയ്തിട്ടുണ്ട്. ഇത്രയും വരെ ആയതിനു ശേഷം പിന്നെ ഞാൻ പറഞ്ഞാൽ വാങ്ങണമെന്ന് വിചാരിച്ചല്ല, ഇത് തീർന്നിട്ട് വാങ്ങാമെന്ന് വിചാരിച്ച. പക്ഷെ എനിക്ക് പുതിയതൊരെണ്ണം കൂടെ ട്രൈ ചെയ്യണമെന്ന് തോന്നി. ഇത് ഞാൻ യൂസ് ചെയ്തു. ഇതിനു മുന്നേ ഉപയോഗിച്ചിട്ടില്ല. ഇത് വന്നതിന് ശേഷം, ഇതിപ്പോൾ വന്നിട്ട് കുറച്ച് നാളായി. അന്നൊന്നും ഞാൻ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചിരുന്നില്ല. അപ്പം ചെയ്യാനിപ്പം തോന്നി.
അത്രേ ഉള്ളൂ. അപ്പോൾ ഇതാണ് എൻ്റെ സെക്കൻഡ് പ്രൊഡക്റ്റ് കേട്ടോ, ഗുഡ് വൈബ്സിൻ്റെ ഒരു ടോണർ. നല്ലതാണ്. ഇതായിരുന്നു ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം ഇതല്ല, ഇപ്പം ഇതാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വന്നിട്ട് ഡംഡോക്കിൻ്റെ ഒരു ഗ്ലൈക്കോളിക് ആസിഡ് അണ്ടർ ആം ട്രീറ്റ്മെൻ്റ് ആണ് കേട്ടോ. സ്കിന്ന് അൺഈവനായിട്ടുള്ള സ്കിന്ന്, നമ്മൾ കുറച്ച് ഡാർക്ക് ഏരിയാസ്, കൈമുട്ട്, കഴുത്ത്, പിന്നെ കാൽമുട്ട്, ഇവിടെയൊക്കെ നമുക്ക് സ്പ്രേ ചെയ്യാവുന്ന ഒരു എന്താ പറയുക, ഒരു ട്രീറ്റ്മെൻ്റ് ആണ്. ഒരു സ്പ്രേ പോലെ സംഭവം വരിക. ഡെർമഡോക്കിൻ്റെ 5% ഗ്ലൈക്കോളിക് ആസിഡ് ബ്രൈറ്റ് സ്കിൻസ് ട്രീറ്റ്സ് ഡിസ്കളറേഷൻ. ഡെർമറ്റോളജി ടെസ്റ്റഡ് അണ്ടർ ആം ട്രീറ്റ്മെൻറ്റ് ഓൾ സ്കിൻ ടൈപ്സ്. എല്ലാ സ്കിൻ ടൈപ്സിനും ഇത് സ്യൂട്ടബിൾ ആണ്. ഇത് നമ്മൾ എന്താ ഡ്രൈ ആയിട്ടിരിക്കുന്ന സ്കിന്നിൽ അല്ല, നമ്മളെ കയ്യിലോട്ട് ഒരു ലെയർ അയച്ചു കൊടുത്തിട്ട് അന്ന് തന്നെ ഡ്രൈ ആവാൻ നോക്കണം. ഇന്ന് ദിവസം 2 വട്ടം ഉപയോഗിച്ച് നല്ലതാണെന്നാണ് പറയുന്നത്. പക്ഷേ ഇത് ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല ഗൈസ്, അതുകൊണ്ട് എനിക്ക് അറിയത്തില്ല. എന്നാലും ഞാൻ വാങ്ങിയതാട്ടോ. ഇതിങ്ങനെ എടുത്തിട്ട് നമ്മൾ ഇവിടെ, എനിക്കിതിൻ്റെ ബുദ്ധിമുട്ട് എന്താണോ, ഇത് ഞാനിനി ബലം കൊടുക്കാത്തതുകൊണ്ടാണെന്ന് അറിയത്തില്ല, ഞാൻ അടിക്കുന്ന ശരിയാണോ എന്ന് അറിയത്തില്ല, ഇത് വരൂല. എനിക്കത് ഭയങ്കര പ്രശ്നം. കണ്ടോ, ഇത് വരാൻ കുറച്ച് പാടാ. ഓക്കെ, ഇത് എനിക്ക് മാത്രം ഈ പ്രശ്നമുണ്ട് ഉള്ളതെന്ന് എനിക്കറിയത്തില്ല. ഇത് കുറച്ച് ടൈറ്റാണ്, ഇവിടെ വരാൻ കുറച്ച് പാടാ, അതിന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ ഈ ഒരു സാധനം ഇത് ഞാൻ യൂസ് ചെയ്തിട്ടില്ല, എങ്ങനെ ഉണ്ടാവുമെന്നും യാതൊരു ഐഡിയയും എനിക്കില്ല. അടുത്ത് വന്നിട്ട് ഡെർമഡോക്കിൻ്റെ 2% കോജിക് ആസിഡ് നൈറ്റ് ക്രീമാണ്. ഇതിനെ ഉപയോഗിച്ച് നോക്കിയിട്ടില്ല, അതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റത്തില്ല ഇതെങ്ങനെയുള്ള സാധനം ആണെന്ന്. ഞാൻ ഇതുവരെയായിട്ടും കോജിക് ആസിഡ് ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ഞാൻ യൂസ് ചെയ്തിട്ടുള്ള സാലിസിലിക്, നിയാസിനമൈഡാണ് കൂടുതലും. പക്ഷേ സാലിസിലിക് ഫേസ് വാഷ് ആണ് ഉള്ളത്. നിയാസിനമൈഡിൻ്റെ സിറം ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിന് നമ്മുടെ ഡൾനെസ്, പിഗ്മെൻറ്റേഷൻ ഇതൊക്കെ ഇത് മാറ്റുമെന്നാണ് പറയുന്നത്. ഈ കോജിക് ആസിഡ് ഞാൻ ഇതുവരെയായിട്ടും സിറത്തിലായാലും ഏതെങ്കിലും ഫേസ് വാഷ് ആവട്ടെ, ഇങ്ങനെയുള്ള ക്രീം ആവട്ടെ, ഞാൻ ഇതുവരെയായിട്ട് യൂസ് ചെയ്തിട്ടില്ല. പക്ഷേ ഇത് ഞാൻ കണ്ടപ്പോൾ എനിക്ക് ഇവിടെ ഇപ്പം അതില്ല, പിന്നെ ഇവിടെയൊക്കെ മെയിനായിട്ട് കുരു അങ്ങനെ പോകാൻ പാട്. കുരു വരും പോവും, പക്ഷെ അതിൻ്റെ ആ പാടുണ്ടല്ലോ, ആ കറുത്ത പാട്, അത് പോകാൻ നല്ല സമയം എടുക്കും. ഇവിടെയൊക്കെ വരുന്നെങ്കിൽ ഇവിടെ ഉണ്ട് പറഞ്ഞത്, ഇവിടെ ഉണ്ട് കണ്ടോ, ഇവിടെ ഒന്നുണ്ടായിരുന്നു, അത് പോയി. പിന്നെ ഇവിടെ ഒന്നുണ്ടായിരുന്നു, അത് പോയി. പക്ഷെ ഇപ്പം ഇത് ഇവിടെ, അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് വാങ്ങിയത്. അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഇത് നല്ലതായിട്ട് ഫെയ്ഡാവുന്നല്ല, എന്നാലും നമുക്കത് കുറയ്ക്കാൻ നല്ല രീതിയിലൊന്ന് ആ ഒരു കളർ കുറച്ച് കൊണ്ടുവരാൻ ഇത് സഹായിക്കുമെന്നാണ് പറയുന്നത്. പക്ഷെ ഞാൻ യൂസ് ചെയ്തിട്ടില്ല, എന്തോന്ന് എനിക്കറിയത്തില്ല ഇത് ഉപയോഗിക്കുമ്പോൾ. പക്ഷേ എന്തായാലും ഞാൻ വാങ്ങി, ഇത് ഓഫർ ഉണ്ടായിരുന്നപ്പോൾ ഞാൻ വാങ്ങിയതാണ്. എനിക്ക് ഈ ഒരു ഇവിടുത്തെ ഈ ഒരു സാധനം എന്നെക്കൊണ്ട് പറ്റത്തില്ല. ഇത് ഒരുമാതിരി നമ്മളിപ്പോൾ ഏതൊരു സാധനം ഓഫറിൻ്റെ സമയത്ത് വാങ്ങി ഡെർമഡോക്കിൻ്റെ ഈ ഒരു സാധനം വാങ്ങി അതിൻ്റെ കൂടെ ഇത് കിട്ടും, ഒരു പ്രൈസിൽ കിട്ടും ഉള്ളൊരു ഇതുണ്ടായിരുന്നു. അപ്പം ഞാൻ വാങ്ങിയത് ഇതും. പിന്നെ ഇത് ഈ ഡെർമഡോക്കിൻ്റെ 10% നിയാസിനമൈഡ് സീറം, ഫേസ് സീറം. ഓൾ സ്കിൻ ടൈപ്സിന് ഇത് സ്യൂട്ടാവും. ഞാൻ എന്തായാലും നിയാസിനമൈഡ് യൂസ് ചെയ്യുന്നുണ്ട് ഇത് വാങ്ങിയത്. ഇതൊന്ന് ട്രൈ ചെയ്യാൻ. ഞാൻ മിനിമലിസ്റ്റിനെ യൂസ് ചെയ്തിട്ടുണ്ട്, പക്ഷെ അതെനിക്ക് വലിയ മാറ്റമായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഒന്ന് ചേഞ്ച് ചെയ്യാം, നിയാസിനമൈഡിൻ്റെ ബ്രാൻഡ് ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചത്. പക്ഷേ ഇത് അടിപൊളിയാണ്. ഞാൻ ഇതേപോലെ തന്നെ ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണ് ഇത് ഞാൻ യൂസ് ചെയ്തു. ഇതിൻ്റെ കൂടെ തന്നെ ഇതും. കാര്യം മറ്റേ മിനിമലിസ്റ്റിൻ്റെ ബോട്ടിൽ കാലിയായി. മിനിമലിസ്റ്റിൻ്റെ 10% നയാസിനമൈഡ് സെറം. ഇതിനകത്തില്ല, ഒരു ബോട്ടിലും കൂടെ ഉണ്ട്, അതെവിടെ പോയി കണ്ട കാലി. പക്ഷെ ഇതിലും ഡാർക്കായിരുന്നു ആ ഒരു മാർക്ക്, അത് ഫെയ്ഡ് ആവുന്നുണ്ട്. ഐ എം ഹാപ്പി. അങ്ങനെ അത് കഴിഞ്ഞു. പിന്നെ വന്ന സാധനമാണ്
ഇതിന് തന്നെ 3 ഞാൻ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ആപ്സ് ഗുഡ്നെസ്സിൻ്റെ ഒരു ബീട്രൂട്ട് പൗഡർ ഫോർ ഹെയർ ആൻഡ് സ്കിന്ന്. പിന്നെ അതേപോലെ തന്നെ സാൻഡൽവുഡ് മുൾട്ടാനി മിൽട്ടിയുടെ, എൻ്റെ മിന്നസ് മുൾട്ടാനി മിൽട്ടിയുടെ ഭയങ്കര ഫാനാണ് അവൾ. മുൾട്ടാനി മിൽട്ടി എന്ന് കേൾക്കുമ്പോൾ അവൾ ചാടും അവളങ്ങോട്ട്. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് മുൾട്ടാനി മിൽട്ടി. എപ്പോഴും പറയും എൻ്റെ മുൾട്ടാനി മിൽട്ടി, എൻ്റെ മുൾട്ടാനി മിൽട്ടി. അപ്പോൾ ഇത് ആൽസ് ഗുഡ്നെസ്സിൻ്റെ സാൻഡൽവുഡ് ആൻഡ് മുൾട്ടാനി മിൽട്ടി, നീം ആൻഡ് ടെർമറിക്. ഇതിനകത്ത് ഇതൊക്കെ ഉണ്ട് കേട്ടോ. സാൻഡൽവുഡ് ഉണ്ട്, മുൾട്ടാനി മിൽട്ടി ഉണ്ട്, നീമുണ്ട്, ടെർമറിക് ഉണ്ട്. അപ്പോൾ അവിടെ ഇത് ഹെയറിന് സ്കിന്നിന്, ഇതെല്ലാം സ്കിന്നിന് വേണ്ടി വാങ്ങിയതായിരിക്കും. അഥവാ എന്നിട്ട് ടാനൊക്കെ അടിച്ചാൽ, അല്ലെങ്കിൽ ഞാനിപ്പോൾ കുറേ ഫേസ് പാക്കൊക്കെ ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ട് കുറേയെന്ന് വെച്ചാൽ കുറേ. അപ്പം പിന്നെ ആൽസ് ഗുഡ്നെസ്സിൻ്റെ ഫ്രഞ്ച് ഗ്രീൻ ക്ലേ, ആൽസ് ഗുഡ്നെസ്സിൻ്റെ ഒരു ഗ്രീൻ ക്ലേ പൗഡർ ഫോർ സ്കിൻ. ഇത് സ്കിന്നിന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതെല്ലാം 100% നാച്ചുറൽ ആണെന്നൊക്കെയാണ് കാണിക്കുന്നത്. ഇതൊന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല ഗൈസ്, അതുകൊണ്ട് എനിക്ക് അറിയത്തില്ല ഇതിൻ്റെയൊക്കെ ഉപയോഗം എങ്ങനെയാണെന്നും ഇടുമ്പോൾ ഉള്ള ഡിഫറൻസ് എങ്ങനെയാണെന്നും അല്ലെങ്കിൽ ഇട്ട് കഴിഞ്ഞാലുള്ള ഡിഫറൻസ് എങ്ങനെയാണെന്നും ഞാൻ അറിയത്തില്ല. ഇതൊക്കെ ഞാൻ ചെയ്യാം. ചില ഇതൊന്നും ആർക്കും അങ്ങനെ സ്യൂട്ടബിൾ ആവൂല. കാര്യം അവരുടെ സ്കിൻ അങ്ങനെ ഒരു ടൈപ്പ് ആയിരിക്കും. ഇതൊക്കെ ഉപയോഗിച്ചാൽ കാര്യമില്ല. എന്നാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലേ പിന്നെ പറയാൻ പറ്റുള്ളൂ ഇത് ഓക്കെയാണ് അല്ലെങ്കിൽ ഇത് ബെസ്റ്റാണ്. പിന്നെ നമ്മൾ ആ ഏരിയയിലോട്ട് പോകണ്ടല്ലോ, അത് വാങ്ങാനായിട്ട് നിൽക്കണ്ടല്ലോ. അപ്പോൾ ഇതൊന്നും ഞാൻ ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി നിന്നതാണ്. അപ്പം ഇത് 3 ഞാൻ അങ്ങനെ പറയാം. അപ്പം ഇത്രയേ ഉള്ളൂ ഗൈസ്, ഇത്രയേ ഉള്ളൂ ഞാൻ വാങ്ങിയത്. നല്ല ഓഫർ ഉണ്ടായിരുന്നു, നല്ല ഓഫേഴ്സ് ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് അധികം ഒന്നും വേണമെന്നില്ല. നമുക്ക് വാങ്ങാം, വേണമെങ്കിൽ ഓഫറുള്ള സമയത്ത് നമുക്ക് നല്ലപോലെ വാരിക്കൂട്ടാം. പക്ഷെ എനിക്ക് അത്രൻ്റെ ആവശ്യമില്ല. കാര്യം വെറുതെ ഉപയോഗിച്ച് പോവുള്ളൂ, ഉപയോഗിക്കത്തും ഉണ്ടായിരിക്കൂല എല്ലാം കൂടെ വാരിക്കൂട്ടിയാലും. അപ്പോൾ എനിക്ക് വേണ്ടുന്ന മാത്രം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇത്ര സാധനങ്ങളേ ഉള്ളൂ ഞാൻ വാങ്ങിയത്. അപ്പം ഇതൊക്കെ നിങ്ങളോടും കൂടെ ഞാനിപ്പോൾ കുറേ വീഡിയോ ചെയ്തിട്ടും കൂടെ എനിക്ക് കുറേ വീഡിയോസ് ചെയ്യണമെന്നുണ്ട്, ആഗ്രഹം നല്ലപോലുണ്ട്. പക്ഷേ ഒരു ഐഡിയ ഇല്ല എങ്ങനെ ചെയ്യണമെന്ന്, എന്ത് ചെയ്യണം എന്നൊന്നും ഒരു ഐഡിയ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചെയ്യാറില്ല. പക്ഷെ ഞാൻ ചെയ്യാൻ നോക്കാം കേട്ടോ. നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യൂ പ്ലീസ്, ഞാൻ ഇങ്ങനെയുള്ള വീഡിയോസ് ചെയ്യണം, നിങ്ങൾക്ക് ഇങ്ങനെയുള്ള വീഡിയോസാണ് കാണാൻ താല്പര്യം. ഇനി അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യൂ. അപ്പോൾ എനിക്ക് അറിയാൻ പറ്റും. അപ്പോൾ അത് വെച്ചിട്ട് എനിക്ക് വീഡിയോസ് ചെയ്യാം നിങ്ങൾക്ക് വേണ്ടിയിട്ട്. നിങ്ങൾക്ക് ഇങ്ങനെയുള്ള വീഡിയോസാണ് വേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പം സോറി, ഞാൻ ഇങ്ങനെ കുറേ നേരമായിട്ട് ആക്കുന്നത്. സോറി. ഓക്കെ, അപ്പോൾ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യും. നിങ്ങൾക്ക് ഇങ്ങനെയുള്ള വീഡിയോസാണ് കാണാൻ താല്പര്യം, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വീഡിയോസാണ് ഞാൻ ചെയ്യേണ്ടതെന്നൊന്ന് കമൻറ്റ് ചെയ്യും. അപ്പം ഞാനത് ചെയ്യാം. അപ്പോൾ എനിക്ക് തോന്നുമോ അവർ പറഞ്ഞില്ലേ പാവങ്ങൾ ഒന്ന് ചെയ്യാം, അവർക്ക് ഇഷ്ടം ഉണ്ടായതുകൊണ്ടല്ലേ എന്നോടത് പറഞ്ഞേന്ന്, അങ്ങനെയൊക്കെ എനിക്കൊരു ഫീല് തോന്നും. അപ്പം നിങ്ങൾ കമൻറ്റ് ചെയ്യാം, മാക്സിമം നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യൂ. ലൈക്ക് ചെയ്തെങ്കിലും കുഴപ്പമില്ല കേട്ടോ. നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാൻ ഇങ്ങനെയുള്ള വീഡിയോസ് ചെയ്യണം. നിങ്ങളുടെ ഇഷ്ടം ഏതാണെന്ന് പറയൂ. അപ്പം എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ ഓക്കെ ആക്കി നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നിങ്ങളോട് പറയാൻ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഇഷ്ടപ്പെടാതിരിക്കുക, കാണാതിരിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, അതേ ഞാൻ പറയുന്നുള്ളൂ. ഓക്കെ, സപ്പോർട്ട്. ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം. അതുവരെ ബൈ.